ഇതാ ഈ കാണുന്നത് നമ്മുടെ നഴ്സറിയിലുള്ള ഡ്രാഗൺ ഫ്രൂട്ട്സിൻ്റെ വലിയ വലിയ പ്ലാന്റുകൾ, നമ്മുടെ പൂവിട്ടതും കായ്ച്ചതുമായിട്ടുള്ള ഒരു പ്ലാന്റുകളാണ്. ഈ ചട്ടിയിലും ഡ്രമ്മിലൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ ഈ പ്ലാന്റുകളാണ് ഈ കാണുന്നത്. ഇത് നമ്മുടെ നാളെ വിരിയാനിരിക്കുന്ന നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട്സിൻ്റെ പൂവാണ്. നമുക്ക് മെയ് ഫസ്റ്റോട് കൂടി തന്നെ, ഏപ്രിൽ ലാസ്റ്റ് മെയ് ഫസ്റ്റോട് കൂടി തന്നെ നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ട്സ് മുട്ടുകൾ വിരിയാൻ തുടങ്ങും. ഈ വർഷത്തെ ആദ്യത്തെ ഡ്രാഗൺ ഫ്രൂട്ട്സ് പഴുത്ത് പാകമായതാണ് നിങ്ങൾ ഈ കാണുന്നത്. അതുപോലെ ഈ ഭാഗത്തൊക്കെ നമ്മുടെ കായാവുന്നതാണ് ഈ കാണുന്നത്. നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ട്സ് പൂവ് വിരിഞ്ഞ് നമുക്കൊരു 28-30 ദിവസമാകുമ്പോഴത്തേക്ക് നമുക്കിത് പഴമായിട്ട് കിട്ടുന്നതാണ്. ഇതൊക്കെ നമ്മുടെ ചട്ടിയിൽ 16 ഇഞ്ച് ചട്ടിയിൽ സെറ്റ് ചെയ്ത നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട്സിൻ്റെ ചെടികളാണ് ഈ കാണുന്നത്. ഇതൊക്കെ നമുക്ക് നമ്മുടെ സ്റ്റാർട്ടിങ് ടൈമായി. ഇനിയിപ്പം നല്ല രീതിയിൽ നമുക്ക് 5 പ്രാവശ്യം നമുക്കിത് വിളവ് ലഭിക്കും എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. അതുപോലെ നിങ്ങൾ ഈ കാണുന്നത് ഡ്രാഗൺ ഫ്രൂട്ട്സിൻ്റെ വേര് പിടിപ്പിച്ച തൈകളാണ് ഈ കാണുന്നത്. ഇതിൻ്റെയൊക്കെ തൈകൾ അവൈലബിൾ ആണ്. ഇത് കൊറിയറായിട്ടും അയക്കുന്നതാണ്. നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി.